क्या ഓയിൽ ആ കുറച്ച് ഓയിൽ എടുത്ത് ഒഴിക്കുക. വാട്ട് വി ആർ ഗോയിങ് ടു ഡു क्या करेगा हाँ ചോപ്പ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ क्या क्या വെളുത്തുള്ളി हाँ ഓണിയൻ ചില്ലി ഓണിയൻ ഇട്ടെ 1 ടീസ്പൂൺ സവോള കുത്തിയരിഞ്ഞത് ഇഞ്ചി കൊത്തിയരിഞ്ഞത് വെളുത്തുള്ളി ഗാർലിക് വെളുത്തുള്ളി കുത്തിയരിഞ്ഞത് എല്ലാം നന്നായിട്ട് കുത്തിയരിഞ്ഞ് വെച്ചേക്കാം. ഫൈൻ ചോപ്ഡ് തന്നെ ഫൈൻ ചോപ്ഡ്. ഓക്കെ ദെൻ നെക്സ്റ്റ് സെലറി ലിക്സ് സെലറി. ശരി ഇതും വീണ്ടും കൊത്തിയരിഞ്ഞാണ്. എല്ലാം കൊത്തിയരിഞ്ഞ് നമ്മുടെ ഈ ഡിഷ് അല്ലേ. കുറച്ചുകൂടി വേണം കുറച്ചുകൂടി മതി. എല്ലാം കൂടി ഒന്ന് ശരിക്കും ആ ഇച്ചിരി എണ്ണ ഓയിലിട്ടല്ലോ ഓയിലിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഹാഫ് കുക്ക് 2 minutes കുക്ക്. ബ്രൗൺ ആകുന്ന വരെ 2 മിനിറ്റ് ഒന്ന് ഇതാക്കാം. അവിടെ ചോദിച്ചാൽ അറിയാറ് വെറുതെ എന്തിനാ ഞാനിങ്ങനെ അറിയാത്തവിടെ ഇരിക്കണേ. ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആവണം. ബ്രൗണിഷ് കളറാണ്. റെഡി. ഈ സോസ് ഇത് ചില്ലി പേസ്റ്റ് ഫൈൻ ചില്ലി ചില്ലി പേസ്റ്റ് ആണ് ഇത്. ശരിക്കും നമ്മൾ എണ്ണ ഓക്കെ ഇത് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് അടിച്ചെടുത്താണോ? അല്ല അപ്പോൾ അത് പേസ്റ്റ് ടൊമാറ്റോ സോസ് അത് എന്താണ്? പച്ചമുളക് പേസ്റ്റ് ആക്കി തന്നെ. സ്പൂൺ എന്തോ ഇത് വോയിസ്റ്റർ സോസ് എല്ലാം ഞാൻ ഒരു ടീസ്പൂൺ അങ്ങ് കമത്താണ് ഇടുകയാണ്. സോൾട്ട് തോടാ യു ടേക്ക് ഗീവ് ദാറ്റ്സ് ഗുഡ്. ദെൻ ഷുഗർ ഇത്തിരി പഞ്ചാര ഇടുന്നുണ്ട്. ക്യൂബ്സ് വൈറ്റ് പേപ്പർ വെള്ളക്കുരുമുളക് പൊടി റെഡ് കളർ ലൈറ്റ് 2 തുള്ളി ഇടത്തേക്ക് 1-2 തുള്ളി അല്ലേ. കുറച്ച് റെഡ് കളർ ഫുഡ് ഫ്ലേവർ വിനേഗർ കുറച്ച് വിനാഗിരി എല്ലാം കൂടി ഇട്ടു. ഇതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ये तो मेन कोर्स और സ്റ്റാർട്ടർ ഇതൊരു സ്റ്റാർട്ടറാട്ടോ. ശരിക്കും നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ പഠിക്കുമല്ലോ ഇപ്പോൾ ഒന്ന് കണ്ട് പഠിച്ചേക്ക്. ശരിക്കും ഒരു മെയിൻ കോഴ്സിൻ്റെ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് എടുക്കാം. റെഡിഷ് ഒരു ഗ്രേവി ടൈപ്പ് റെഡി ആയിട്ട് ഇനി ഇടാമല്ലോ അല്ലേ. മൊത്തം അങ്ങ് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. ആയി റെഡി അല്ല പ്ലേറ്റൊക്കെ ഒന്ന് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ടുണ്ട്. റെഡി സാധനം റെഡിയായി. സംഭവം ബ്രസ്റ്റ് ഫിഷ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പം താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് ഫോർ us. വെൽക്കം താങ്ക് യു. അപ്പോൾ സോ ബ്രേസ്റ്റ് ഫിഷ് ഇച്ചിരി പാടാണ്, കുഴപ്പമില്ല, കഴിക്കുമ്പോൾ ഒരു പാടുണ്ടാവില്ല. അപ്പോൾ താങ്ക് യു സർ. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ കഴിക്കാനുള്ള ഇതിലാണ്. ശരി സർ. നമുക്ക് എന്തായാലും ടേബിളിൽ പോയി ബാക്കിയുള്ള പരിപാടികളും എൻ്റെ സ്ഥിരം ജോലികളും എല്ലാം കൂടി തുടങ്ങാമല്ലേ. പോവാം ടേബിളിൽ പോയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേസ്റ്റ് ഫിഷും നമ്മുടെ ലോബ്സ്റ്ററും എല്ലാം കുക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ടേബിളിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു പുതിയൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ രാജു സാറാണ് സാധാരണ വരണത് നമ്മുടെ കെട്ടുളത്തിൻ്റെ അറിയാലോ. അപ്പോൾ ഇന്ന് ജേക്കബ് പുള്ളിക്കാരൻ്റെ നമ്മുടെ രാജു സാറിൻ്റെ ചേട്ടൻ്റെ മകനാണ്. ഇപ്പോൾ ജേക്കബ് ഹായ്. ഇപ്പോൾ ജേക്കബാണോ ഇവിടുത്തെ എല്ലാം നോക്കുന്നത് ഹോട്ടലിലെ എല്ലാം നോക്കി നടത്തുന്നത് പുള്ളിയാണ്. എൻ്റെ ചെയ്ത് ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. 2012 പാസ് ഔട്ട് ആണ്. 2012 പാസ് ഔട്ട് ആണ്. അപ്പോൾ ഇവിടെ മൊത്തം കാര്യങ്ങളും പർച്ചേസിങ്ങും ബാക്കി അക്കൗണ്ടിങ്ങും എല്ലാം നോക്കുന്നത്. അക്കൗണ്ടിങ് കൊണ്ട് പർച്ചേസിംഗ് ഇല്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ ആ നമ്മുടെ സ്റ്റാർട്ടർ എത്തി. പേരുന്ന് ബാബു. അപ്പോൾ ബ്രേസ്റ്റ് ഫിഷ് കിട്ടുള്ള സ്റ്റൈല് ബ്രേസ്റ്റ് ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടറാണ്, എന്തായാലും കഴിച്ചു നോക്കാം. അത് ചെറിയൊരു പുളിപ്പും നല്ലൊരു സ്വീറ്റിഷ് ടേസ്റ്റ്.
ഉള്ള ആ ക്രിസ്പിനെസ്സും ഉണ്ട് നമ്മൾ ആ ഒരു കോൺഫ്ലോറിലിട്ട് പൊരിച്ചതിൻ്റെ. ഇവിടെ നമ്മൾ ശരിക്കും എന്തുകൊണ്ട് ഇത് ചൈനീസും ബാക്കിയുള്ള ഡിഷസും കൂടി കൊണ്ടുവരാൻ കാര്യം ഈ ഒരു ഏരിയയിൽ? ആക്ച്വലി ഞങ്ങളിവിടുത്തെ പൾസ് എടുത്തപ്പോൾ ഒരു IT ക്രൗഡാണ്. ആ യൂത്തിന് ബേസിക്കലി ചൈനീസിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ നമ്മുടെ ചൈനീസ് ഒരു വെറൈറ്റി ഡിഷസ് ഉണ്ട് ഒരുപാട്. ഒരു ഫോർച്യൂൺ ഫ്രൈഡ് റൈസ് ഉണ്ട്, സീ ഫുഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് ഉണ്ട്, സിംഗപ്പൂർ നൂഡിൽസ് ഉണ്ട്. ഇതെല്ലാം വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇത് പക്ഷേ സാധാരണ നമ്മൾ എവിടെയെങ്കിലും ചൈനീസ് നൂഡിൽസ്, സാധാ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഇതൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും സാധാരണ നമ്മളെ നാടൻ ഫുഡ് മാത്രമല്ല എല്ലാ ഡിഷസും ഉണ്ട്. കാരണം പൾസിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ. അതെ അതെ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഇലസദ്യ ഉണ്ട്. ഇലസദ്യ അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അത് ഇടയ്ക്കിട്ടുണ്ട്. എല്ലാം വന്നു. ഇനി ബാക്കിയെല്ലാ കൂട്ടങ്ങളും ഇപ്പോൾ വരും. എന്തായാലും ഓണം ഇങ്ങനെ അടുക്കുവാണല്ലോ അല്ലേ. ശരിക്കും നല്ല ഒരു മൂവ്മെന്റ് ഉണ്ട്. ശരിക്കും ഇലസദ്യക്ക് ശരിക്കും നല്ല മൂവ്മെന്റ് ഉണ്ട് അവിടെ രണ്ട് സ്ഥലത്തും. കാരണം ഇത് കിട്ടുന്ന എല്ലായിടും നമ്മൾ പോയി മലയാളികളും ബാക്കി എല്ലാവരും പോയി കഴിക്കാറുണ്ട്. ഫുള്ള് സാറ്റിസ്ഫൈഡ്. ഇലയിൽ ഫുഡ് കിട്ടിയ ആ ഒരു റേഞ്ച് എത്തി ഇപ്പോൾ. എല്ലാം വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ അല്ലേ. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ജേക്കബിന്റെ? ഇവിടെ തന്നെ എക്സ്പാൻഷൻ തന്നെയാണ്. അപ്പോൾ ഇനിയും നമുക്ക് കെട്ടുവെള്ളം പ്രതീക്ഷിക്കാം. അപ്പോൾ വേറെ ആരൊക്കെ കൂടെ ഉണ്ട് ഇതിനകത്ത് ഇതൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? രാജ് സാറും ജേക്കബും അല്ലാണ്ട് ഫാദറിന് ഒരു ബ്രദറും കൂടെ ഉണ്ട്, റോജൻ ചാക്കോ എന്നാണ് പേര്. റോജൻ ചാക്കോ. പുള്ളിയാണ് ഓവറോൾ എല്ലാം നോക്കുന്നത്. ഓക്കെ, ജേക്കബിന്റെ ഫാദറിന്റെ പേര് റോയ് അല്ലേ? അപ്പോൾ റോജൻ രാജു. ഒരാളും കൂടെ ഉണ്ട്, ഒരാളും കൂടെ ഉണ്ട്. ഓ, 4 പേരാണ്. അപ്പൊ മെയിനായിട്ട് മക്കളിൽ വന്നിരിക്കുന്ന ജേക്കബാണല്ലേ? LSD ഞാനായിരുന്നു, അങ്ങനെ ഞാനാ വന്നത്. ഓക്കെ അതുകൊണ്ട് നമ്മുടെ ചില സദ്യ വിളമ്പി വെച്ചേക്കാണ്. ഞാൻ നല്ല സാമ്പാർ കൂടി ഒന്ന് കുഴച്ചടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സാധനമല്ലേ ലോബ്സ്റ്റർ. ഇപ്പോൾ വരും കൊഞ്ച് സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ആ ഒരു ഇത് വരുള്ളൂ, സംതൃപ്തി ഇറങ്ങുള്ളൂ അല്ലേ. രണ്ടര വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓണത്തോടനുബന്ധിച്ച് സദ്യയാണല്ലോ മെയിൻ. പക്ഷേ ശരിക്കും സദ്യയോടൊപ്പം മീനും ബാക്കിയൊന്നും കൂട്ടുന്നത് ശരിയല്ല. പക്ഷേ ഇവിടുത്തെ നമ്മുടെ സീ ഫുഡ് തന്നെയാണല്ലോ സ്പെഷ്യൽ. എന്തായാലും മീൻ കൂട്ടാൻ ഒരു രക്ഷയില്ല, ഞാൻ കഴിച്ചേ പറ്റും എനിക്ക്. ഇവിടെ നമ്മുടെ നല്ല മീൻചാറ് സ്വല്പം എടുത്ത് ഒഴിച്ച് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോബ്സ്റ്റർ കൂടി ഇരിപ്പുണ്ട്, എടുക്കല്ലേ. അതിൻ്റെ ഒരു ഷെല്ല് വരെ ക്രിസ്പി ആയിട്ട് ഇടുന്നുണ്ട്. നമ്മൾ എരിവുണ്ട്, പക്ഷെ അങ്ങനെ വയ്ക്കുന്നത് നല്ലൊരു ഇഷ്ടപ്പെടുന്ന എരിവും മസാലക്കൂട്ടും എല്ലാം കൊള്ളാം. എന്തായാലും ലോബ്സ്റ്ററിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറെൻറ്റ്, നല്ല ടേസ്റ്റി സാധനമാണല്ലോ. നല്ല ഫ്ലഷ്. ശരിക്കും മസാല ശരിക്കും അങ്ങ് ഉള്ളിൽ ആ തലയുടെ ഭാഗത്തോട് ശരിക്കും കയറി കിട്ടുന്നുണ്ട്. എന്തായാലും ജേക്കബ് ഇതെല്ലാത്തിനും താങ്ക്സ് ഉണ്ട്. താങ്ക്സ് മാത്രം പോരാ. അപ്പോൾ നല്ല ഫുഡ്, സീ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഇലസദ്യ എല്ലാം ഇവിടെ കിട്ടുള്ളൂ. കാക്കനാട് മെട്രോപോളിസ് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഹോട്ടലും കൂടെ ആണ്, റൂംസും കൂടെ ഉണ്ട്. ബാക്കി അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കും. ടാരിഫ് എനിക്ക് തന്നുണ്ട്, ഞാൻ തരില്ല. അപ്പോൾ എല്ലാവരും വരിക, നല്ല ഭക്ഷണം കഴിക്കാം. കൂടെ ഇപ്പോൾ ലോങ് ജേർണി ഒക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ ഹോട്ടലും കൂടെ ഉണ്ട്. സീ ഫുഡും കഴിക്കാം, കിടന്നുറങ്ങുകയും ചെയ്യാം, നമുക്ക് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. എന്തായാലും ഇങ്ങോട്ട് വരിക. കാരണം മുത്തൂർ ടെക്നോപോളിസിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ എന്തായാലും മറക്കണ്ട, നല്ല ഫുഡാണ്, ഇങ്ങോട്ട് പോകുന്നുള്ളൂ. എന്തായാലും അതെ ഇതൊക്കെ തന്നെ സിംപ്ലി നാടൻ ഫുഡും ഉണ്ട്, നമ്മുടെ സ്റ്റാർട്ടർ ചൈനീസും ഉണ്ട്. എന്തായാലും ഉഗ്രല്ലേ. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.